ചില വാക്കുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് പറഞ്ഞയാൾ മറന്നുപോയാലും കേട്ടയാൾ മരിക്കുവോളം അത് മറക്കില്ല. ആയുധം കൊണ്ട് മുറിയുന്നത് നമ്മുടെ ശരീരമാണെങ്കിൽ വാക്കുകൾ കൊണ്ട് പലപ്പോഴും മുറിയുന്നത് നമ്മുടെ മനസ്സാണ്. ലക്ഷ്യമില്ലാതെ എറിയുന്ന അമ്പ് പോലെയാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാതെ പറയുന്ന പ്രയോഗിക്കുന്ന വാക്കുകൾ. നിങ്ങൾ ഒരാളെ എത്ര വേണമോ പ്രശംസിച്ചോളൂ, തിരുത്തുകയല്ലാതെ ഇൻസൾട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ, അങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളൊന്ന് ചിന്തിക്കണം. അപമാനം എന്നത് അവസരം കിട്ടുമ്പോൾ നൽകുന്ന വായ്പയാണ്. ആ വായ്പ ആർക്കാണോ ലഭിക്കുന്നത് അവർക്ക് അവസരം കിട്ടുമ്പോൾ അവരത് പലിശ സഹിതം തിരിച്ചു നൽകുമെന്ന ഒരു ബോധം നമുക്കുണ്ടാവണം. പലപ്പോഴും ഒരു ബോധവുമില്ലാതെ എന്താണ് പറയുന്നത് എന്ന് പോലും ആലോചിക്കാതെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി നമ്മൾ പറയുന്ന വാക്കുകൾ നാളെ നിങ്ങൾക്ക് നേരെയും പ്രയോഗിക്കപ്പെടാം. എത്ര ഉന്നത സ്ഥാനങ്ങൾ ലഭിച്ചാലും, എത്ര വലിയ ബിരുദങ്ങൾ നിങ്ങൾ നേടിയാലും, സംസാര മര്യാദയും മനുഷ്യത്വവും നിങ്ങൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിരക്ഷരന് തുല്യൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും പരസ്പരം ആലോചിച്ചുകൊണ്ട് ബഹുമാനത്തോടുകൂടി വാക്കുകൾ ഉപയോഗിക്കുക, ഓർത്തുകൊണ്ട് സംസാരിക്കുക, പെരുമാറുക. അപ്പോൾ നല്ലൊരു പെരുമാറ്റം തന്നെയാണ് നല്ല വ്യക്തികളുടെ മനസ്സിൽ നമുക്ക് ഇടം നേടാനായിട്ട് സഹായിക്കുന്നത്. അത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നാളെ തിരിച്ച് നമ്മൾക്കുള്ള ആയുധങ്ങളായി മാറാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാക്കുകളും നമ്മൾ സൂക്ഷിക്കണം, ഓർത്ത് പെരുമാറാനും പഠിക്കണം. മറ്റുള്ളവർക്ക് മാതൃകയാകാൻ ഇനിയെങ്കിലും സാധിക്കട്ടെ എന്ന് ഓരോരുത്തർക്കും വിഷ് ചെയ്തുകൊണ്ട് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു കോണ്ടന്റുമായി കാണാം, മറ്റൊരു വീഡിയോയിലൂടെ.